അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് എന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് അറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നേ. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. നടൻ ലാലും, ഡയറക്ടർ ശ്രീകുമാർ മേനോനും, നടി മഞ്ജു വാര്യറും, രമ്യ നമ്പീശനും, ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? വണ്ടിയില് നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പക്ഷെ ഞാൻ പേഴ്സണലി ഒരാളെ ജഡ്ജ് ചെയ്യില്ല. എനിക്ക് ഒരു ഉറപ്പുമില്ലല്ലോ അത് ശരിയാ ചെയ്തതിന് പിന്നിൽ പുള്ളിയാണോ എന്നുള്ളത്. ആർക്കില്ലല്ലോ. ഇപ്പൊ പറയുന്ന ആർക്കാ ഉള്ളത്? അങ്ങനെ ഒരാളെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു? അയ്യ, അത് നല്ല വിചാരമായി പോയി. ഓക്കെ ബൈ. പോയിട്ട് വരാം.